പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 25 GK ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങളതിൽ കയറിയിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്ത് പഠിക്കണം. ധാരാളം മോക്ക് ടെസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അവിടെ ഇമ്പോർട്ടൻ്റ് ആയ PSCക്ക് വന്നതും വരാൻ സാധ്യതയുള്ളതുമായ ക്വസ്റ്റ്യൻസ് ധാരാളം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ചെയ്ത് പഠിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഇന്ത്യയിൽ കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളിയായ ആരാണ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ആദ്യ മലയാളി? സ്വതന്ത്ര ഇന്ത്യയിൽ കേന്ദ്രമന്ത്രിയായ ആരാണ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ആദ്യ മലയാളി? ജോൺ മത്തായി. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി പുതിയ ഭരണഘടനയെ അംഗീകരിച്ചത് എന്ന്? 1949 നവംബർ 26-ാം തീയതിയാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി പുതിയ ഭരണഘടനയെ അംഗീകരിച്ചത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്? കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25-ന് ആണ്. ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം 324 അനുസരിച്ചാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമായത്. അപ്പോൾ 1950 ജനുവരി 25-നാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. 1951 ഒക്ടോബർ 25-ന് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് അവസാനിച്ചത് എന്നാണ്? 1952 ഫെബ്രുവരി 11-ന്. 1951 ഒക്ടോബർ 25-നാണ് ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് ആരംഭിച്ചത്. അവസാനിച്ചത് 1952 ഫെബ്രുവരി 11-ന്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ട് രേഖപ്പെടുത്തിയത് ഹിമാചൽ പ്രദേശിലെ കിന്നർ ജില്ലയിലാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ട് രേഖപ്പെടുത്തിയത് ഹിമാചൽ പ്രദേശിലെ കിന്നർ ജില്ലയിലാണ്. അതായത് ഏറ്റവും ആദ്യം പൊതു തെരഞ്ഞെടുപ്പ് തുടങ്ങിയത് ഹിമാചൽ പ്രദേശിലാണ്. 1951 ഒക്ടോബർ 25-നാണ്. ആരായിരുന്നു ആദ്യ വോട്ടർ? ശ്യാം ശരൺ നേഗിയായിരുന്നു ആദ്യ വോട്ടർ. ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്ത മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? സുകുമാർ സെൻ. ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റ് നേടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായത്? 364. സംസ്ഥാന പുനഃസംഘടനയ്ക്ക് ശേഷം ഇന്ത്യയിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഗുജറാത്ത്. ഏത് സംസ്ഥാനം വിഭജിച്ചാണ് ഗുജറാത്ത് നിലവിൽ വന്നത്? ബോംബെ. ദേശീയ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-ന്. 1948 നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യ ലിംഗ്വിസ്റ്റിക്സ് പ്രൊവിൻസ് കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ലിംഗ്വിസ്റ്റിക്സ് പ്രൊവിൻസ് കമ്മീഷന്റെ അധ്യക്ഷൻ SK ധർധർ. ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ രണ്ടാമത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായത് ഏത് പാർട്ടിയാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, 16 സീറ്റ്. സ്വതന്ത്ര ഇന്ത്യയിൽ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ ധനമന്ത്രി RK ഷൺമുഖം ചെട്ടി. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിൽ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ ധനമന്ത്രി ആരാണെന്ന് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അത് RK ഷൺമുഖം ചെട്ടി. 1963 നാഗാലാൻഡും പിന്നീട് മേഘാലയ, മിസോറാം, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളും രൂപം കൊണ്ടത് ഏത് സംസ്ഥാനം വിഭജിച്ചാണ്? അസം. സംസ്ഥാനങ്ങളെ ഭാഷാ അടിസ്ഥാനത്തിൽ പുനരേകീകരിക്കാനുള്ള കമ്മീഷന്റെ തലവൻ ആരായിരുന്നു? സംസ്ഥാനങ്ങളെ ഭാഷാ അടിസ്ഥാനത്തിൽ പുനരേകീകരിക്കാനുള്ള കമ്മീഷന്റെ തലവനായിരുന്നു ഫസൽ അലി. സംസ്ഥാനങ്ങളെ ഭാഷാ അടിസ്ഥാനത്തിൽ പുനരേകീകരിക്കാനുള്ള കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ ആരെല്ലാം? സർദാർ KM പണിക്കരും
HN കുൻസ്രുവും. ഭാഷ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആരാണ്? സർദാർ KM പണിക്കർ. ആന്ധ്ര സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട് നിരാഹാരം കിടന്ന് മരണത്തിന് കീഴടങ്ങിയ സ്വതന്ത്ര സമര സേനാനി ആരാണ്? പോറ്റി ശ്രീരാമലു. ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏത്? ആന്ധ്ര. 1953 നിലവിൽ വന്ന ആന്ധ്ര സംസ്ഥാനത്തിന്റെ തലസ്ഥാനം ഏതായിരുന്നു? കുർണൂൽ. 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം എത്ര സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിൽ വന്നത്? 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി വിശേഷിക്കപ്പെടുന്ന വ്യക്തി അയ്യങ്കാളി. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായിട്ട് വിശേഷിക്കപ്പെടുന്ന വ്യക്തിയാണ് അയ്യങ്കാളി. സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി കോൺഗ്രസ് പ്രസിഡന്റായത് സോണിയാഗാന്ധി. സ്വതന്ത്ര സമര സേനാനികൾക്കുള്ള താമ്രപത്രം നൽകി രാജ്യം ആനന്ദ തീർത്ഥനെ ആദരിച്ച വർഷം 1972. ഇതോടെ 25 GK ക്വസ്റ്റ്യൻസും തീർന്നു. ടെലഗ്രാം ചാനലിൽ കയറി മോക്ക് ടെസ്റ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.